തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്കൊക്കെ വായിച്ച് ധ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് മനോഹരമായിട്ടുള്ള ഒരു വചനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി നൽകുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു ദൈവവചനമാണ്. സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 10. നമുക്ക് ആ വചനം വായിക്കാം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്മസ് കാലഘട്ടത്തിൽ വായിച്ച് ധ്യാനിക്കുന്ന വലിയ ഒരു സന്തോഷത്തിൻ്റെ വചനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായി ഈ വചനം ദൈവത്തിൻ്റെ ദൂതൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. എന്താണ് പറയുന്നത്? ഭയപ്പെടേണ്ട. ആദ്യം തന്നെ ദൂതൻ നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. വചനം പറയുന്നു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ആർക്കു വേണ്ടിയിട്ടുള്ളതാണ്? സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. പലതരം വാർത്തകൾ കേൾക്കുന്നവരാണ് നമ്മൾ. ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മുടെയൊക്കെ പലരുടെയും അവസ്ഥ വലിയ ഭയത്തിൻ്റെ അടിമകളാണ്. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത വ്യക്തി. ഭയത്തിൻ്റെ അടിമകൾ. ഭയപ്പെട്ടിരിക്കുന്ന എന്നോടും നിന്നോടും കൂടെയാണ് വചനം പഠിപ്പിക്കുന്നത്, നീ ഭയപ്പെടേണ്ട. പല കാര്യങ്ങളിൽ ഈ നാളുകളിൽ നമുക്ക് ഭയമുണ്ട്. പ്രത്യേകിച്ച് മഹാമാരിയോട് ബന്ധപ്പെട്ടും പുതിയ വൈറസിനെ കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നിന്റെ അസ്വസ്ഥതകളുടെ നടുവിൽ ഇതൊരു ദൈവദൂതാണ്. നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അതുകൊണ്ടാവാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് ഈ കാര്യം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഈ വിഷയത്തോട് ചേർന്ന് പലതവണ വചനം പങ്കുവച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ പല ആവർത്തി പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ വന്നു. ആ ചെറുപ്പക്കാരന് പറ്റ എന്ന് പറയുന്നത്, അവന് ഈ കൊറോണ ദുരിത പീഡയ്ക്ക് ശേഷം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വളരെ മിടുക്കനായി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന മകൻ ഇപ്പോൾ വീടിന് പുറത്തിറങ്ങുന്നില്ല. അവന് ഭയമാണ്. ഇതാണ് അമ്മയുടെ മകനെക്കുറിച്ച് പറയാനുള്ളത്. ഭയമാണ്. ചോദിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ, അവൻ്റെ കട്ടിൽ നിന്ന്, അവൻ്റെ മുറിയിൽ നിന്ന് അവൻ പുറത്തോട്ട് വരുന്നില്ല. അവൻ ആരെയും മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. അവൻ എല്ലാത്തിനോടും ഭയമാണ്. ഭയം. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി മാറ്റിവെക്കണ്ട. മറിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഭയം പലരെയും പല തരത്തിൽ ബാധിക്കുന്നു. എനിക്ക് പരിചയമുള്ള ബഹുമാനപ്പെട്ട ഒരു കന്യാസ്ത്രീ കൊറോണയുടെ സെക്കൻഡ് വേവിൻ്റെ സമയത്ത് വളരെ അപകടകരമാം വിധം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. നീണ്ട ദിവസങ്ങൾ ICUവിൽ കിടക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന ആ സിസ്റ്റർ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴത്തെ സങ്കടമെന്ന് പറയുന്നത്, ഈ സിസ്റ്ററിൻ്റെ ഉള്ളിൽ വലിയ ഭയമാണ്. കൊറോണ പിടിപെട്ടു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ICUവിൽ രോഗിയായി കിടക്കുന്ന സമയം, നിങ്ങൾ എത്ര പേർ ICUവിൽ ഒരു രോഗാവസ്ഥയിൽ, ആരെങ്കിലും കാണാൻ പോയിട്ടുള്ളതല്ല, ഒരു രോഗാവസ്ഥയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ സിസ്റ്റർ പറയുക, എൻ്റെ വലതും ഇടതും ഒക്കെ കിടന്നിരുന്നവർ അതാ മരിക്കുന്നു. ഞാൻ ദിവസവും കാണുന്നതും മരണക്കാഴ്ചകളാണ്. ഒരു ദിവസമല്ല, നീണ്ട 22 ദിവസം ഈ സിസ്റ്റർ ICUവിൽ കിടക്കുകയാണ്.
അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഈ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭയചിന്ത ഇങ്ങനെ വേട്ടയാടുകയാണ്. ഭയചിന്ത നമ്മുടെയൊക്കെ അനേകരുടെ വ്യക്തിജീവിതത്തിൽ ഭയം നമ്മളെ പിടികൂടുകയാണ്. ഇപ്രകാരം പിടികൂടുന്ന ഭയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ദയവ് ചെയ്ത് ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണം. കാരണം കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ഭയത്തിൻ്റെ മേഖലയിൽ രക്ഷപ്പെടാനുള്ള വഴികൾ കൃത്യമായി വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കും. പലതരത്തിലുള്ള ഭയത്തിൻ്റെ പിടികൂടുകൾ നമുക്കുണ്ട്. വലിയ ദുഃഖങ്ങൾ, ഭാരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അവൻ എപ്പോഴും ഞെട്ടൽ. അവൻ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോഴുണ്ടായതല്ല, കഴിഞ്ഞ നാളുകളിലെ ഒരു സംഭവത്തോട് ചേർന്ന് അവൻ എപ്പോഴും ഞെട്ടലാണ്. ആരെങ്കിലും അവനെ സ്നേഹത്തോടെ പേരെടുത്ത് വിളിച്ചാൽ അപ്പോൾ അവൻ ഞെട്ടുകയാണ്. എപ്പോഴും ഞെട്ടുന്ന ഒരു ഭയത്തിൻ്റെ പീഡനം. പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം നമ്മളോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് പറഞ്ഞത് ആരോടാണെന്നറിയാവോ? ആട്ടിടയന്മാരോടാണ്. ആട്ടിടയന്മാർ ഭയപ്പെട്ടിരുന്നോ? യെസ്, നിശ്ചയമായും അവർ ഭയപ്പെട്ടിരുന്നു. എന്തിനെയാണ് അവർ ഭയപ്പെട്ടിരുന്നത്? രാത്രിയിൽ തങ്ങളുടെ ആടുകളെ പിടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാരെയും ചെന്നായ്ക്കളെയും അവർ ഭയപ്പെട്ടിരുന്നു. ആടിൻ്റെയും മാംസത്തിൻ്റെയും ആടിൻ്റെയൊക്കെ രോമത്തിൻ്റെയും വില ഇടിഞ്ഞു പോകുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. ഇപ്രകാരം ഭയപ്പെട്ടിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ നൊത്ത നടുവലാണ് ഈ വചനം പറയുന്നത്, നീ ഭയപ്പെടേണ്ട. ഇപ്രകാരം ഭയത്തിന് കാരണങ്ങൾ അനവധി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇടയന്മാർ ഈ സദ്വാർത്ത കേട്ടുകഴിഞ്ഞപ്പോൾ യേശുവിനെ അന്വേഷിച്ചു പോയി? പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ അവരൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ യേശുവിനെ അന്വേഷിച്ചു പോയാൽ യേശു ഞങ്ങളുടെ കാര്യം നേടിക്കൊള്ളും, ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള ഒരു മനോഭാവം. ഞാൻ എൻ്റെ ദൈവത്തെ തേടിയാൽ ദൈവം എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള വലിയൊരു പരിപാലനയുടെ ദൗത്യം അവരുടെ മനോഭാവങ്ങളെ മാറ്റി. ചെന്നായ്ക്കളും കള്ളന്മാരും അതേപടിയുണ്ട്, വില ഇടിയുമോ എന്നുള്ള ഭയം അതേപടിയുണ്ട്. പക്ഷേ ഇവരുടെ മനോഭാവത്തിൽ അതിശക്തമായ മാറ്റം സംഭവിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയപ്പെടുത്തുന്ന കാരണങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തും ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. ഈ കാരണങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ ഈ വിഷയത്തിൽ നമുക്ക് വിജയമുണ്ട്. ഭയത്തെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഏതു തരത്തിലുള്ള ഭയമായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചുരുക്കം ചിലരെങ്കിലുമൊക്കെ ഭയം മൂലം മരുന്ന് കഴിക്കുന്നവരുണ്ടാവും. ജീവിതത്തിൽ എത്ര വലിയ ദുഃഖമാണെങ്കിലും ഭയമാണെങ്കിലും വചനം ആവർത്തിച്ച് നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. കാരണം യേശു നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഭയത്തെ അതിജീവിക്കാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യമാണ്. ഈ ക്രിസ്മസ് നിന്നെ ഒരുക്കുന്നത് ഈ ഭയത്തിൽ നിന്നുള്ള വലിയ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, പഴയ നിയമത്തിൽ ജോഷ്വായുടെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം, ബുക്ക് ഓഫ് ജോഷ്വ ചാപ്റ്റർ 1 വേഴ്സ് 9. വചനത്തിൽ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ജോഷ്വായോട് ദൈവം ചോദിച്ച ഈ ചോദ്യം ഈ സമയം എന്നോടും നിങ്ങളോടുമുള്ള ഒരു ചോദ്യമാണ്. നീ പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത്, മറിച്ച് നീ എന്തു വേണം? നീ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം. ഇത് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്രകാരം
നമ്മൾ അനുഭവിക്കുന്ന ഭയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും അതീവ ദുഃഖത്തിൻ്റെയും മുകളിൽ വലിയൊരു ആധിപത്യം നമുക്ക് നൽകുകയാണ്. ഭയത്തിൻ്റെ മുകളിൽ, ദുഃഖത്തിൻ്റെ മുകളിൽ, നിന്നെ പേടിപ്പെടുത്തുന്ന പരിഭ്രമിപ്പിക്കുന്ന അവസ്ഥകൾക്ക് മുകളിൽ ചവിട്ടി നടക്കാനുള്ള വലിയ ഒരു അധികാരവും അഭിഷേകവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികൾ, അതൊന്ന് യേശുവാണ്, മറ്റൊന്ന് മറിയമാണ്. പരിശുദ്ധ മറിയവും പുത്രനായ യേശുവും തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഭയത്തെ എപ്രകാരം നേരിട്ടുവെന്നറിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സൗഖ്യത്തിനുള്ള സാധ്യതയാണ്. നമുക്കറിയാം, പലതരം ഭയങ്ങളുണ്ടെങ്കിലും മരണഭയം അത് വളരെ വലുതാണ്. മരിച്ചു പോയേക്കുമോ എന്നുള്ള ഭയം, ഒരുപക്ഷെ ഭയത്തിലെ തന്നെ ഏറ്റവും വലിയ ഭയവും അതുതന്നെയായിരിക്കാം. നാളെ പരീക്ഷയിൽ ജയിക്കുമോ ജയിക്കില്ലയോ എന്നുള്ളതല്ല, മറിച്ച് മരിക്കുക, മരണം. ഈ കൊറോണയുടെയൊക്കെ അതിതീവ്രമായ ഘട്ടത്തിലൊക്കെ നമ്മുടെയൊക്കെ പലർക്കും ഉണ്ടായത് ഈ മരണഭയമല്ലേ. ഒരുപക്ഷെ പലരും അതിൽ നിന്ന് ഇപ്പോഴും വിടുതൽ പ്രാപിച്ചിട്ടില്ലായിരിക്കാം. മരണഭയം. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബനാഥനും നാഥയും അവരുടെ മക്കൾ പുറത്ത് പഠിക്കുകയാണ്. ഡൽഹിയിൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ 2ാം തരംഗത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വലിയ ദുഃഖവും ഭാരവും അനുഭവിക്കപ്പെട്ടിരുന്ന ആ സമയത്ത് തീവ്രമായി ഈ രോഗം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തമത്രയും സങ്കടകരമായ അവസ്ഥ. ആരോടും മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, വീടിനുള്ളിൽ അടച്ചിട്ട് കഴിയുന്നു. ഈ ഭാര്യയും ഭർത്താവിൻ്റെ ഉള്ളിൽ ഭയം കടന്നുവെന്ന്. കാരണം അവരുടെയൊക്കെ ചുറ്റുവട്ടത്ത് 1-2 കൊറോണ മരണങ്ങളുണ്ടായി. ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് മരണഭയം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സംഭവിച്ച കാര്യം, രാത്രിയെ അവർക്ക് ഭയമായി. പകല് ഒരു തരത്തിൽ അവർ കഴിച്ചുകൂട്ടും, രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവരിങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ, ഈ ഭാര്യയും ഭർത്താവും പറയുകയാണ്, ഞങ്ങളിങ്ങനെ കമന്ന് കിടക്കും. ശ്വാസം പ്രധാനപ്പെട്ടതല്ല അച്ഛാ, ഞങ്ങളിങ്ങനെ കമന്ന് കിടക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ആളിങ്ങനെ തൊട്ട് നോക്കും, എന്താ ജീവനുണ്ടോ എന്ന്. കേൾക്കുമ്പോൾ ഒരു പക്ഷെ തമാശയായിട്ടൊക്കെ തോന്നും. ഞാൻ ഇവരിത് പറഞ്ഞു കേട്ടപ്പോൾ ചിരിച്ചു. പക്ഷേ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അവസ്ഥ അത് മറ്റുള്ളവർക്ക് ഒരു പക്ഷെ തമാശ ആയിരിക്കാം, പക്ഷേ അത്രത്തോളം ഭയം ഞങ്ങളെ വേട്ടയാടി. ഇന്നവർ അതിൽ നിന്ന് വലിയ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, മരണഭയം നമ്മളെയൊക്കെ വലിയ തരത്തിൽ വേട്ടയാടും. മരണഭയം. യേശു നമ്മുടെ മുമ്പിൽ ഈ മരണഭയത്തെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനം. നമുക്കറിയാം, 26-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ യേശുവിൻ്റെ പീഡാസഹന രംഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 26-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. ദുഃഖം അത്രമേൽ കടുത്തിരിക്കുന്നു. ദുഃഖം യേശുവിനെ പീഡിപ്പിക്കുകയാണ്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരിക്കാം, മരണം, ജീവിതത്തിൻ്റെ അവസാനം അത്രമേൽ ഞാൻ ഭാരപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണഭയം അനുഭവപ്പെടുക, തൊട്ടടുത്ത നിമിഷം മരണമാണ് കാത്തിരിക്കുന്നതെന്നറിയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഞടുക്കം, ജീവിതത്തിൻ്റെ ഭാരം. അതുകൊണ്ട് ബലം പ്രാപിക്കുവാൻ ഈശോ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമോ? ആരുണർന്നിരിക്കാൻ? ശിഷ്യന്മാർ ഉണർന്നിരിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഈ ശിഷ്യന്മാരെക്കുറിച്ച് മുൻപൊരിക്കൽ വായിച്ചിട്ടുണ്ട്. രൂപാന്തരീകരണ സമയത്ത് അവർ നിദ്രാഭാരം ഉണ്ടായിരുന്നിട്ടും യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൽ അവർ കണ്ണ് തുറന്ന് കണ്ടവരാണ്. ഇപ്പോൾ
അവരുടെ ശരീരം നിദ്രാഭാരം അവരെ വേട്ടയാടുന്നു. അവർക്കൊന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈശോ പല തവണ വന്ന് തോണ്ടി വിളിച്ചു, മക്കളെ ഒന്ന് ഉണർന്നിരിക്കൂ, ഇല്ല. അപ്പോൾ യേശു ഒറ്റയ്ക്കാണ്. ഈ മരണഭയത്തിൽ ഒറ്റപ്പെടൽ ആർക്കെന്നെ മനസ്സിലാകും? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയും ഭർത്താവിൻ്റെയും സങ്കടം. അവർ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്കത് തമാശ തോന്നിയിട്ടില്ലേ? ചിലപ്പോഴൊക്കെ ഇവർക്ക് എന്താണ് ഇതൊന്നും മനസ്സിലാകത്തെന്ന് തോന്നിയിട്ടില്ലേ? അവർക്കത് തമാശ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരമാണ്. യേശു അത്രമാത്രം തീവ്രവേദന അനുഭവിക്കുന്ന സമയത്ത് മരണഭയം വേട്ടയാടുകയാണ്. ആർക്ക് മനസ്സിലാകും? എന്നാൽ ഇവിടെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം. അത് സമർപ്പണത്തിൻ്റെ പാഠമാണ്. സമർപ്പണം. മരണഭയത്തെ അതിജീവിക്കാൻ ഏറ്റവും നല്ലത് ഈ സമർപ്പണമാണ്. 26-ാം അധ്യായം വായിച്ചു പോകുമ്പോൾ തൊട്ടടുത്ത വചനം ഇങ്ങനെയുണ്ട്: അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. ഇതൊരു തീരുമാനമാണ്. എൻ്റെ ഹിതമല്ല, ദൈവമേ, അപ്പാ, ഞാനിതാ സമർപ്പിക്കുന്നു. യേശു സമർപ്പിച്ചു. ഭയത്തെ അതിജീവിക്കാൻ ഒരു വ്യക്തി ചെയ്യേണ്ട നിലപാട് ഈശോ പഠിപ്പിക്കുകയാണ്: സമർപ്പണം, ടോട്ടൽ സറണ്ടർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ ഭാരപ്പെടുത്തുന്ന എത്ര വലിയ ഭയമാണെങ്കിലും, അത് മരണഭയമാണെങ്കിൽ പോലും, ഇതാ ഈശോ നമ്മളോട് പറയുന്നു, സമർപ്പിക്കുക. പരിപൂർണമായി സമർപ്പിച്ചാൽ നിനക്കതിൽ ഒരു ഡെലിവറൻസ്, വിടുതൽ പ്രാപിക്കാം. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ തലയിൽ കൊണ്ട് നടന്ന് നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ, ഒരു വിധവയാണ്. കുടുംബത്തിൻ്റെ ഒത്തിരി പ്രാരാബ്ധങ്ങളുണ്ട്. ഈ സ്ത്രീയുടെ വീട് കത്തിപ്പോയി. അകപ്പാടെ ഉണ്ടായിരുന്നൊരു വീടാണ്, അത് കത്തിപ്പോയി. ഈ സ്ത്രീയുടെ ഉള്ളിൽ വലിയ ഭാരമാണ്, ദുഃഖമാണ്. സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ ആ വീടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ഓർമ്മകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനോ ചെയ്യാനോ പറ്റുന്നില്ല. വലിയ ഭാരം, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ ഒരു ധ്യാനാവസരത്തിലെടുത്ത തീരുമാനം എന്തെന്നറിയോ? ഉള്ളിനോട് തന്നെ പറയാൻ തുടങ്ങി, എൻ്റെ ജീവിതത്തിൽ എന്നെ ഭാരപ്പെടുത്തുന്ന ഈ തീയും ചാരവും പുകയും കാണിച്ചെന്നെ ഭാരപ്പെടുത്തുന്ന പിശാചിൻ്റെ മുമ്പിലല്ല എൻ്റെ ജീവിതം, മറിച്ച് എന്നെ സൃഷ്ടിച്ചെന്നെ വളർത്തി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് പിശാചേ, ഇനിമേൽ നിൻ്റെ ഈ ഓർമ്മകൾ എനിക്ക് വേണ്ട, മറിച്ച് എൻ്റെ ജീവിതം അത് ദൈവം എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. വീടില്ലെങ്കിലും എനിക്ക് ജീവനുണ്ടല്ലോ. ഓരോ പ്രവൃത്തിയിലും സമർപ്പണമായി മാറാൻ തുടങ്ങി. തലയ്ക്കകത്ത് ഓർമ്മകൾ വരുന്ന സമയത്ത് ഈ സ്ത്രീ പ്രാർത്ഥിക്കും, ഈ ഓർമ്മകൾക്കപ്പുറം എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം. ഈ ഓർമ്മകൾക്കപ്പുറം, എന്നെ അസ്വസ്ഥപ്പെടുന്ന ചിന്തകൾക്കപ്പുറം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ ട്രെയിനിങ് നടത്തേണ്ട കാര്യമാണ്. എന്താണ്? ഭയപ്പെടുത്തുന്ന കാരണങ്ങൾ അനവധിയുണ്ട്. പക്ഷേ അതിൻ്റെ കൊത്ത നടുവിൽ ഒരു ദൈവമകനെന്നും ദൈവമകളെന്നും നിലയ്ക്ക് നമ്മളൊരു തീരുമാനമെടുക്കണം. ഇപ്രകാരമുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ, അനുഭവങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകാനല്ല, മറിച്ച് അവയെ അതിജീവിക്കാനുള്ള സമർപ്പണം. അതിനുള്ള സമർപ്പണത്തിൻ്റെ കൃത്യമായ അളവെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ അളവാണ്. സ്നേഹം കൊണ്ട് നമ്മുടെ സമർപ്പണത്തെ നമുക്ക് ശരിയാക്കാം. നമ്മുടെ ജീവിതത്തിലെടുക്കുന്നൊരു തീരുമാനമാണ്. നമ്മുടെ മനോഭാവങ്ങൾ മാറും. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നിന്ന് ശ്രമിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകും. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ്. ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് ഈശോ പറഞ്ഞു വയ്ക്കുന്ന മരണഭയത്തിൻ്റെ നടുവിൽ രക്ഷപ്പെടാനുള്ള വലിയൊരു സാധ്യതയാണ് എന്ത്? സമർപ്പണം.
എൻ്റെ ദൈവം നൽകാതെ എനിക്കൊന്നുമില്ല. ഞാൻ ഇന്നെന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം തന്നതേ ഉള്ളൂ. പരിശുദ്ധ മറിയം ധ്യാനിക്കണം. നമ്മളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പലതവണ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമല്ലോ. ലൂക്കാസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം എന്താ വായിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതാ വചനം പറയുകയാണ്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട. ഒരു ദൂതനെ കണ്ടപ്പോൾ മറിയം ഭയപ്പെട്ടു. അതല്ലേ അതിൻ്റെ അർത്ഥം? നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ ഭയപ്പെട്ട മറിയം, നീ ഭയപ്പെടേണ്ട. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ ഭയത്തെ മറിയം എങ്ങനെയാണ് നേരിട്ടത്? വചനം പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ഒന്നൊന്നായി മറിയം കാണുന്നുണ്ട്. കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്, മുമ്പോട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന കയ്പ് നിറഞ്ഞ ഓരോ അനുഭവങ്ങളും ഒരു സിനിമയിൽ എന്ന പോലെ, ഒരു ചിത്രത്തിൽ എന്ന പോലെ മുമ്പിൽ തെളിയുന്നുണ്ട്. സ്വാഭാവികമായും ആരാ ഭയപ്പെടാത്തത്? ആരാ ഭയപ്പെടാത്തത്? ഇതെന്ത് സന്തോഷ വാർത്തയാണ്, ദുഃഖത്തിൻ്റെ വാർത്തയല്ലേ? ഭയപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. പക്ഷേ മറിയം ഒരു നിലപാടെടുത്തു, സമർപ്പണത്തിൻ്റെ നിലപാട്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി. ദാസി, ദാസൻ എന്നൊക്കെ പറയും നമുക്കറിയാം. ആര് പറയുന്നതാ പിന്നീട് തീരുമാനം? യജമാനൻ പറയുന്നതാണ് തീരുമാനം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, നമ്മളിൽ പലരും അടിമകളാണ്. അടിമ, ആരുടെ അടിമ? ഭയത്തിൻ്റെ അടിമയായാൽ അത് സാത്താൻ്റെ അടിമയാണെന്നർത്ഥം. മറിയം നമ്മളോട് പറയുന്നു, നമ്മൾ ദാസനാണ്, ദാസിയാണ്, നമ്മൾ അടിമകളാണ്. പക്ഷേ അതാരുടെയാണ്? കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ ദാസരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ മനോഭാവമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു മനോഭാവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുടെ അടിമയാണ്? നമ്മുടെ പ്രവൃത്തികളെ എടുത്ത് വിശദീകരിച്ച് നോക്കൂ. നമ്മൾ ആരുടെ അടിമയാണ്? ഇതാ ഈ ഒരുക്ക കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കും വലിയ സ്നേഹ അനുഭവത്തിലേക്കുമാണ്. ഭയത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും എത്ര വലിയ ഭയത്തിൻ്റെ മേഖലയുമായിക്കൊള്ളട്ടെ, ഇതാ പരിശുദ്ധ മറിയവും പുത്രനായ യേശുവും നമ്മളെ ക്ഷണിക്കുന്നത് ഭയത്തെ മറികടക്കാനുള്ള വലിയ ഒരു ആയുധം പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അത് സമർപ്പണമാണ്, ടോട്ടൽ സറണ്ടർ. ദൈവം നൽകാതെ ഒന്നുമില്ല. ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് പലതും നടന്നില്ലല്ലോ. എന്തെല്ലാം പദ്ധതികൾ, എന്തെല്ലാം സ്വപ്നങ്ങൾ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നു. അതെല്ലാം തകിടം മറിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ സമർപ്പണത്തിൻ്റെ സാധ്യതയല്ല നഷ്ടപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യബുദ്ധിക്ക് വിചാരിക്കാത്തതിനപ്പുറം കാര്യങ്ങൾ നടക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സകല വ്യതിയാനങ്ങൾക്ക് നടുവിൽ ഒരു ദൈവമകനും ദൈവമകൾക്കും പറയാൻ പറ്റണം, എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. സകലതും സമർപ്പിക്കാം. അത് മരണമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ എത്ര കൈപ്പേറിയ ദുഃഖമായിക്കൊള്ളട്ടെ, എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന് മഹത്വം. അത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷണിക്കുന്നത് ഈ വലിയ അനുഗ്രഹത്തിലേക്കാണ്. ഇടയന്മാർ ഭയത്തിന് കാരണങ്ങളേറെ ഉണ്ടായിരുന്നിട്ടും അവർ രക്ഷകനായ യേശുവിനെ തേടിപ്പോയെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും ഭയത്തിനേറെ കാരണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം, എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റേത്. ദൈവത്തോട് ആലോചന ചോദിക്കാൻ,
ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഭയത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഇതിനുള്ള കൃപ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലർക്കും, കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ പരിചയത്തിലുള്ളവർക്കും, എവിടെയെല്ലാം നമ്മൾ പോകുന്നോ അവിടെയൊക്കെ അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു, ഭയപ്പെടേണ്ട. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.